മണ്ണിനടിയിൽപ്പെട്ട അർജുൻ്റെ കേസിൽ ഇപ്പോൾ രഞ്ജിത്ത് സായിയുടെ നേരെയാണ് എല്ലാവരും. രഞ്ജിത്ത് സായിൽ സാധാരണ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കൈയടിക്കുന്ന മലയാളി ഇപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ അതിനെ വാരി വലിച്ചു കൊടുക്കാൻ നിൽക്കുകയാണ്. വളരെ നിമിഷ നേരം കൊണ്ടാണ് ആ നിലപാട് മാറിയത്. നമ്മൾ രഞ്ജിത്ത് എന്ത് ചെയ്യുന്ന അവിടെ ഇരിക്കട്ടെ, അത് മറ്റൊരു വിഷയം. പക്ഷേ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് പോസ്റ്റ് ഇട്ട് രഞ്ജിത്ത് മറ്റേ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ട് ഒരു നേരെ ഉൾട്ടടിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അർജുൻ കണ്ടെത്താൻ പറ്റാതെ പോയതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ രഞ്ജിത്തിനെ പോലെയുള്ള ഇതുപോലുള്ള അഭിപ്രായം പറഞ്ഞവരാണെന്ന് ഒരു പക്ഷേ തോന്നിപ്പോകും. പക്ഷെ അത് മുഖവിലയ്ക്ക് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ അത് മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഈ ഒരു വിഷയത്തിൽ മലയാളികൾ പ്രത്യേകിച്ചും വികാരത്തേക്കാൾ ഒരു വികാരം ഭയങ്കരമായിട്ട് വിചാരമില്ലാതെ വികാരം ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത പോലെയായിരുന്നു. കാരണം കേരളത്തിലാണെങ്കിൽ ഇതങ്ങനെ ആക്കിയേനെ, നമുക്കിവിടെ കവളപ്പാറ പോലത്തെ ഇൻസിഡൻസ് ഉണ്ട്, അവിടെ ഇനിയും 10ഓളം ബോഡികൾ കിട്ടാനുണ്ട്, അതൊക്കെ സത്യമാണ് നമ്മുടെ കേസിൽ. എങ്കിൽ പോലും നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തേനെ അങ്ങനെ ചെയ്തേനെ എന്ന് പറഞ്ഞ് കർണാടക സർക്കാരിനെ ഭയങ്കര ചീത്തവിളി. സ്റ്റാർട്ടിങ് അങ്ങനെയായിരുന്നല്ലോ, കർണാടക സർക്കാരിനെ ഭയങ്കര ചീത്തവിളി. പിന്നെ കോവിഡ് സമയത്ത് കർണാടക സർക്കാർ അവർ ബോർഡർ അടച്ചതിന് മംഗലാപുരത്ത് പോകാൻ പറ്റാതെ ബോർഡർ അടച്ചതൊക്കെ വലിച്ചിട്ടിട്ടാണ് നമ്മൾ ഭയങ്കര വികാരപരമായിട്ട് മലയാളികളാണെങ്കിൽ ഒരുമിച്ച് കൂടി ഇപ്പം നിന്ന നിൽപ്പിൽ ആ ലോറി എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടാനെന്നൊക്കെ പറഞ്ഞിരുന്നത്. ഡിസാസ്റ്റർ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് പോലും മനസ്സിലാവാത്ത കുറേ ആൾക്കാർ ഇതിനകത്ത് കിടന്നിട്ട് വെറുതെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും കിടന്നിട്ട് കുറേ അല്ലറി വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടെ കണ്ടിരിക്കുന്നവർക്കും കേട്ടിരിക്കുന്നവർക്കും ഒക്കെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഇവിടെ തന്നെയുള്ളൂ എന്ന് തോന്നുന്നു ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ പബ്ലിക് ഇത്രയും സോഷ്യൽ മീഡിയയിൽ കൂടെ വിളിച്ചു പറയുന്നത്. വേറെ രാജ്യങ്ങളിലൊക്കെ ഇതിലും വലിയ ആപത്തുകളൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന ടീം തന്നെ കയറുന്നതല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണലി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമുണ്ട്, NDRF പോലത്തെ സംഭവങ്ങൾ അവർക്കുണ്ട്. അവർ കൃത്യമായിട്ട് ചെയ്യുന്നു, അവരാണ് ഡിസിഷൻ എടുക്കുന്നതും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ കേസിൽ നമ്മുടെ ടീം ഉണ്ടെങ്കിൽ പോലും, നമ്മുടെ ഒരു പ്രൊഫഷണൽ ടീം ഉണ്ടെങ്കിൽ പോലും അതിലും ഭയങ്കര എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് രഞ്ജിത്ത് ഇസ്രായേൽ. കാരണം അദ്ദേഹത്തിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലി മൊത്തം വെൽ സെറ്റിൽഡ്, UK സെറ്റിൽഡാണ്. ഇവരെ ഒത്തിരി തവണ രഞ്ജിത്തിനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, UK വരൂ, അങ്ങോട്ട് വരാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി ഇതിനൊരു പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം പുള്ളി ഒരു ആർമി ഓഫീഷ്യൽ ആകണം എന്ന് ആഗ്രഹിച്ച് കുഞ്ഞിലെ പോലെ ആഗ്രഹിച്ചാണ്. എന്തോ കാരണവശാൽ ഫിസിക്കൽ ഓർ സംതിങ് കാരണവശാൽ പുള്ളിക്ക് ആർമിയിൽ ചേരാൻ പറ്റുന്നില്ല. അതേ തുടർന്ന് പുള്ളിയായിട്ട് പഠിച്ച് പുള്ളിയായിട്ട് എക്യുപ്മെൻറ്റ്സ് എല്ലാം വാങ്ങി പുള്ളിയായിട്ട് നേതൃത്വം കൊടുക്കുന്നതാണ്. ഈ പല റെസ്ക്യൂ സെറ്റപ്പുകളിലും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സംവിധാനം എന്താണോ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഭീകര പാഷനേറ്റായിട്ട് അത് ചെയ്യുന്ന ആളാണ്. നമ്മളിപ്പോൾ പറയാലോ, അമ്മയെ തന്നെ 2 പക്ഷമുള്ള നാടാണ് പ്രത്യേകിച്ച് കേരളം. അപ്പം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അദ്ദേഹം നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം മുഖമടച്ച് പറഞ്ഞിട്ട് ഒരു ചെറിയ സാധനത്തിൻ്റെ ഇപ്പോൾ ഈ സമയത്ത് നാളെ ഈ രഞ്ജിത്ത് എന്തെങ്കിലും കാരണവശാൽ ഒരു പോസിബിലിറ്റി അങ്ങനെ വരട്ടെന്ന് പ്രാർത്ഥിക്കാം, ഈ അർജുനെ രക്ഷിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ തിരിച്ചു പറയും. പക്ഷെ ഇതിൽ വേറൊരു കാര്യം പറയട്ടെ, വോളണ്ടിയർ ആവുന്നത് വേറെ, ഡിസിഷൻ മേക്കർ ആവുന്നത് വേറെ. നമ്മളിപ്പോൾ വോളണ്ടിയേഴ്സ്, ഇപ്പോൾ രഞ്ജിത്തിനെ ആണ് നമ്മൾ ഇത്രയും അറിയുന്നത്, കാരണം രഞ്ജിത്ത് കുറച്ചും കൂടെ എക്യുപ്ഡ് ഒക്കെ ആയിട്ടാണ് പോകുന്നതെന്ന് പറയുന്നത്. രഞ്ജിത്തിനേക്കാളും ഇപ്പം നേരിട്ട് നമ്മൾ ഇടപഴകിയിട്ടുള്ള 2-3 ഇൻസിഡൻസിൽ ഒന്നാണ് വന്ദേ ഭാരത് ഫ്ലൈറ്റ് കരിപ്പൂർ എയർപോർട്ടിൽ വന്നിട്ട് വീണ ഇഷ്യൂ ഉണ്ടായില്ലേ, ആൾക്കാർ മരിച്ച അന്ന് കോവിഡിൻ്റെ പാൻഡമിക്കാണ്. 3000-ഓളം ആൾക്കാരാണ് ആ സമയത്ത് മലപ്പുറം ജില്ലയിൽ കോവിഡ് ബാധിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അവിടുത്തെ സാധാരണ മനുഷ്യരാണ് എടുത്ത് ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്ത്. അതെന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള ഒരു മറ്റൊരാളുടെ ജീവനാണ്. അപ്പം എൻ്റെ ജീവനോ എൻ്റെ അസുഖമൊന്നും അല്ല ഞാൻ നോക്കുന്നതെന്നുള്ള ഒരു ഇതാണ്, അത് വേറെയാണ്. കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം പറഞ്ഞിപ്പം ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മലയിടിച്ചിലുണ്ടായിട്ടുണ്ട്, മഴ ഉണ്ടായിട്ടുണ്ട്, ഒരു ന്യൂനമർദ്ദം ഗുജറാത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ സംഭവം അതുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിദഗ്ധർ ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇയാൾ വളരെ ആധികാരികമായിട്ടാണ് ചാനലുകളുടെ മുന്നിൽ വന്നിട്ട് പറയുന്നത്. അത് അങ്ങനെയല്ല, മൊബൈൽ ഫോൺ അടിക്കണമെങ്കിൽ വെള്ളത്തിനടി പോയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള ആധികാരികമായിട്ട് പറയും. നമ്മളെപ്പോഴും ഇതൊരു ആവേശത്തിലും വികാരത്തിലുമാണ് എടുക്കുന്നത്. കാരണം നമുക്ക് ആ പയ്യൻ രക്ഷപ്പെട്ട് വരണം എന്നുള്ളതാണ് സാധാരണ മനുഷ്യർക്ക്. അപ്പോൾ അവൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് അവൻ്റെ ജീവൻ ഉണ്ടാവുന്നുള്ളൊരു ഹോപ്പുള്ളൊരു വർത്തമാനം പറയണത് ഈ മനുഷ്യനാണ്. പക്ഷെ ഇത്ര ആധികാരികമായിട്ട് ഇയാളത് പറയുമ്പോൾ
ഹീ ഷുഡ് ബി എന്താ പറയുക കോൺഷ്യസ്. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്കിതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മളൊരു ഒരു ഡിസാസ്റ്റർ സംഭവിച്ച സ്ഥലത്ത്, ഇപ്പം ഉത്തരാഞ്ചലിൽ മലയിടിച്ചിലിന് ഈ മനുഷ്യൻ അവിടെ പോയിട്ടുണ്ടായെന്ന് പറയുന്നു. ഫിസിക്കലി നമ്മൾ വോളണ്ടിയർഷിപ്പ് ചെയ്യുന്ന മാതിരിയല്ല ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആധികാരികമായിട്ട് അതിൻ്റെ റെസ്പോൺസിബിൾ ആവുന്നത്. അവിടെയാണ് രഞ്ജിത്തിന് പറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജൂബി, മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 3 പേരും കൂടി ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ, നമുക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് ഇത് ചർച്ച ചെയ്യാൻ? നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മളൊരു പോസ്റ്റ് ഇട്ട് ഒരു പക്ഷേ വിഷമിക്കും, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ വേദന കൊണ്ട് വിഷമിക്കും. അല്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ സമൂഹം എന്ത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം. അതായത് ആ പയ്യൻ അവിടെയെങ്കിലും പോയില്ലോ, അപ്പം അവൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല. ആക്ച്വലി മീഡിയയുടെ മുന്നിൽ വന്ന് ഇത് പറയുന്നതെന്ന് തന്നെ ഒരു പക്ഷേ ഞാനിവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എക്സ്പീരിയൻസിന്റെ ഭാഗങ്ങളോട് ഒരു മിനിറ്റ്, അത് എക്സ്പീരിയൻസിന്റെ ഭാഗമാണ്. സംസാരിക്കാൻ ഉണ്ടോ ഇല്ലെന്നുള്ളത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അവൻ പറഞ്ഞത് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇവിടെ ഇരുന്ന ഒരാൾ കൈ ചൂണ്ടി നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് അതിന് ക്വാളിറ്റി ഇല്ലാന്ന്. ഞാൻ പറഞ്ഞു നമുക്ക് ക്വാളിറ്റി ഇല്ലാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രഞ്ജിത്തിന് തെറി പറയുന്ന ആർക്കും ഇല്ല ക്വാളിറ്റി. ആരും ഒന്നും ചെയ്യുന്നില്ല, മനസ്സിലായി? ഇവിടെ ഇരുന്ന് നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക നല്ലത്. നമ്മൾ ആരെങ്കിലും ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു അപകടം സംഭവിച്ചെന്ന് കരുതുക, നമ്മൾ എത്ര പേര് പോകും? ഇടുക്കി ജില്ലയിലോ മറ്റൊരു ജില്ലയിലോ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് എത്ര പേര് പോയി സഹായിക്കും? വളരെ ചുരുക്കം ആളുകൾ മാത്രമേ പോയി ആ സ്പോട്ടിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുള്ളൂ. ബാക്കി എല്ലാ ആളുകളും ഇവിടെ ഇരുന്നിട്ട് എന്തായി, അതിൻ്റെ അപ്ഡേറ്റ് എന്തായി, ഇവിടെ ഇരുന്ന് അഭിപ്രായം പറയാൻ കാര്യങ്ങൾ ചെയ്യും. അവൻ്റെ അവിടെ ചെന്ന് ഈ ഊണും ഉറക്കവും കളഞ്ഞ് അവിടുത്തെ ഭക്ഷണം കിട്ടാതെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷേ രഞ്ജിത്ത് ചെയ്യുന്നതിൻ്റെ തെറ്റെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ദിവ്യ പറഞ്ഞ അതേ പോയിന്റ്, അതായത് ഇതിനൊരു പ്രൊഫഷണൽ വേ ഉണ്ട്. പക്ഷെ ആ പ്രൊഫഷണൽ വേ ഏത് പോയിന്റിലാണെന്നുള്ള പ്രശ്നം. കാരണം പല തരത്തിലുള്ള ഇത്തരത്തിലുള്ള അപകടം സംഭവിക്കുന്നത് ഒരു പക്ഷേ ആ ലോക്കൽ ആളുകൾക്കായിരിക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അതെന്താണ് ഈ വരുന്ന ആളുകൾ ഇത് കണ്ടുപിടിച്ച് വരുമ്പോൾ സമയം എടുക്കും. ചിലപ്പോൾ ആ ലോക്കൽ ആളുകൾ പറയുന്നത് ഇവർക്ക് കേട്ടേ പറ്റൂ, കാരണം അവരാണ് ആ ഭൂപ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന വ്യക്തികൾ. അപ്പോൾ അവർ പറയുകയാണ് ഇവിടെയൊക്കെ ആയിരിക്കും സംഭവിച്ചിരിക്കുന്നത്, അവർ അവിടെ തപ്പും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന വിഷയത്തിൽ 2 സ്ഥലത്തും ഇവർക്ക് ഒരുമിച്ച് തപ്പാമായിരുന്നു. അതിനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ. പക്ഷേ ഇത് പറയുന്നത് കേട്ട് മാത്രം അവിടെ പോയി തപ്പേണ്ട ആവശ്യമില്ലായിരുന്നു. അത് അവരുടെ തെറ്റാണ്. ഇത് ഈ പറയുന്ന ദുരന്ത നിവാരണ സേന ഇവന്റെ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അവർ പ്രൊഫഷണൽ അല്ലാന്ന് അർത്ഥം. അവർക്ക് കേൾക്കേണ്ട എന്താ ആവശ്യമുണ്ട്? ഒരാൾ അവിടെ നിന്ന് പറഞ്ഞ കാര്യം ഇവർ കേൾക്കേണ്ട ആവശ്യമുണ്ട്? ഇവർക്ക് അവരുടെ വേല ചിന്തിക്കാം. അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ബ്രോ പറഞ്ഞ പോയിന്റ്, ഈ സംവിധാനം വരെ രഞ്ജിത്തിനെ വിശ്വസിക്കുന്നുണ്ട്. അവിടെയാണ് അതപ്പോ ആരുടെ പ്രശ്നമോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. നേരത്തെ ചോദിച്ചില്ലേ നമ്മൾക്ക് ഇതിലെന്താണ് നമ്മളിതിൽ പറയാൻ. ഞാൻ എൻ്റെ ലൈഫിൽ 3 ഡിസാസ്റ്റേഴ്സിലാണ് ഞാൻ പ്രൊഫഷണലി, ബിക്കോസ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ എന്ന രീതിയിൽ 4 ഡിസാസ്റ്ററാണ്. ഒന്ന് 2004 സുനാമി, സുനാമി അഫക്റ്റഡ്, അതിൽ ഇമോഷണലി അഫക്റ്റഡ് ആയവരൊന്നും പകുതി പേര് ഇപ്പോഴും അതിൽ നിന്ന് റിലീഫായി വന്നിട്ടില്ല. അപ്പം അവരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകിയിട്ടുണ്ടായ ഡിസാസ്റ്റർ, ആ ഡിസാസ്റ്റർ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഡിസാസ്റ്ററൊക്കെ നമ്മൾ പുഷ്പം പോലെ കൈകാര്യം ചെയ്തു എന്ന് പറയേണ്ടി വരും. അവിടെ 2-3 വർഷം കഴിഞ്ഞിട്ടും ആൾക്കാർ എപ്പോഴും മറ്റേ സൈഡിലുണ്ടാക്കുന്ന ചെറിയ ഇതുണ്ടല്ലോ, തൽക്കാലത്തേക്ക് ഉണ്ടാക്കുന്ന ഷെഡ്, അതിനകത്താണ് ആൾക്കാർ താമസിച്ചിരുന്നത്. രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകർച്ചവ്യാധിയുടെ ഒരു അയ്യരുകളിയായിരുന്നു അവിടെ. പിന്നെ നമ്മുടെ 2018 ഇവിടെ നടന്നിട്ടുള്ള ഫ്ലഡ്, ദെൻ കോവിഡ്. ഈ ഫ്ലഡിലൊക്കെ പോയിട്ട് ഫിസിക്കലി തന്നെ നമുക്ക് ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. ഇതുപോലെ വോളണ്ടിയേഴ്സ് തന്നെയാണ് ഫ്ലഡിൽ ഭയങ്കരമായിട്ട് സഹായിച്ചിരുന്നത് നമുക്ക്. പക്ഷെ അപ്പോഴും നമ്മൾക്ക് മുകളിൽ കേരളത്തിൽ അതിലെനിക്ക് അഭിമാനമുണ്ട്. കാരണം ഞാൻ ഈ ബ്രഹ്മപുത്രയിലെ സംഭവം കണ്ടിട്ടുണ്ട്, കേരളത്തിലെ സംഭവം കണ്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുകളിലുണ്ടായിരുന്ന ടീം കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഗൈഡ് തരുമായിരുന്നു. ഈ കർണാടകയിൽ അതങ്ങനെ സാധനം ആദ്യം ഉണ്ടായിട്ടില്ല. അവിടെ ഭയങ്കര കോർഡിനേഷൻ ഭയങ്കര വീക്കായിരുന്നു അവിടുത്തെ. കാരണം നമുക്ക് തുടക്കം ഒരു കണ്ടാൽ മനസ്സിലാവും. അതാണ് ഞാൻ പറയുന്നത്, 2 സ്ഥലങ്ങളിലും ഒരുമിച്ച് തപ്പണമായിരുന്നു. കാരണം അത്രയും വലിയ ലോഡാണ് മല ഇടിഞ്ഞ് വെള്ളം ഉൾപ്പെടെ കടന്നു വരുന്നത്. അപ്പോൾ മുന്നിലുള്ള ലോഡിനെ അതിപ്പോൾ എന്ത് വലിയ ലോഡാണെങ്കിലും തള്ളി മുന്നോട്ട് നീക്കുന്നുള്ളത് വളരെ ലോജിക്കായ ഒരു കാര്യമാണ്. പക്ഷേ ഇനി അതായത് ഭിത്തിയോട് ചേർന്നാണ് ഈ പറഞ്ഞ ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വന്ന് വീഴാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? ഈ പറയുന്ന ടീം എന്ത് ചെയ്യണം? വരുന്ന ഒരാളുടെ വാക്ക് കേൾക്കണം. അത് ഇവർ പ്രൊഫഷണൽ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ എന്ത് ചെയ്യണം? ഈ 2 സ്ഥലങ്ങളിൽ ഇത് ഒരുമിച്ച് ചെക്ക് ചെയ്യണമായിരുന്നു. ഇവരിത് ചെക്ക് ചെയ്യാതെ രഞ്ജിത്തിന്റെ മെക്കെട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുടെ ഞാൻ പറയുന്നത് അവർക്ക് വേണ്ടി പറയുന്നല്ലോ. അവരും ഇതേ പോയിന്റ് നിന്ന് എല്ലാവരുടെയും ആഗ്രഹം ആ ചെറുപ്പക്കാരനെ നമുക്ക് തിരിച്ചു കിട്ടണം, ജീവനോട് നമുക്ക് തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഇതാണല്ലോ എല്ലാവരുടെ ഉദ്ദേശം. പക്ഷേ ഈ മീഡിയ വരുമ്പോൾ ഉണ്ടാവുന്ന
കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു രോമാഞ്ചവും ആവേശവും ഉണ്ട്, മനസ്സിലായി? ആ ആവേശമാണ് നമ്മൾ അവിടെ കണ്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ രഞ്ജിത്തിനേക്കാൾ ഇതിനകത്ത് ദേഷ്യം തോന്നിയത് ചില ചാനലുകാരെയാണ്. ഒരുമാതിരി പാളയം മാർക്കറ്റിൽ മീൻകച്ചവടത്തിന്റെ ലേലം വിളി പോലെയായിരുന്നു ഓരോരുത്തർ കൂവി വിളിച്ചിരുന്നത്. ഇവരാണ് പോയിട്ട് അതിനകത്ത് ചെയ്യുന്നുള്ള രീതിയിൽ. ബാക്കിയുള്ളവരൊന്ന് ചെയ്യാൻ സമ്മതിക്കുക. നിങ്ങൾ ഒച്ച വിളിച്ച് കൂവി മൈക്കും കൊണ്ട് എല്ലാവരുടെയും അണ്ണാക്കിലേക്ക് കയറി ചെന്ന് എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ചിലതൊക്കെ ഭയങ്കര അനോയിങ് ആയിരുന്നു. അതും പോരാഞ്ഞിട്ട് ദിവ്യ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ കാര്യം പറയട്ടെ, ഇത് നമ്മളൊരു അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ ഇത് ആരും ഇരിഞ്ഞു നോക്കും. പറഞ്ഞ ഒരു കാര്യം ഞാൻ ആഡ് ഓൺ ചെയ്യട്ടെ. അപ്പം ഇതാദ്യം ഫസ്റ്റ് ഡേയിൽ ഈ അപകടം നടക്കുന്നു. കർണാടക പോലീസും ആൾക്കാരും അവരോട് സംസാരിക്കുന്നു, അവർ സ്പീഡപ്പ് ആക്കാൻ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു വാർത്ത വരുന്നു, മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. പിന്നെ ഓൺലൈനിൽ കയറി കത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കർണാടകയിൽ പ്രഷേഴ്സ് കൂടുക. അപ്പം അവിടുത്തെ ഓഫീസേഴ്സ് വന്ന് ഇയാളേക്കും ഓരോ അപകടം നടന്നതല്ലേ, അത് നിങ്ങൾക്ക് സമയം തരൂ, ഇതെന്തിനാണ് നിങ്ങൾക്കെങ്ങനെയെങ്കിലും പ്രഷർ കൊടുക്കാൻ പറ്റുന്നത്? സാർ, ഒറ്റ കാര്യമുള്ളൂ, ആ വണ്ടിക്കകത്തിരിക്കുന്ന ഒരു മലയാളിയാണ്, അതുകൊണ്ടാണ് ഈ കത്തുന്നത്. അതാ ആ ഒരു റീല് വന്നതിന് ശേഷമാണ് ഭീകരമായി കത്താൻ. അല്ല നമുക്ക് അല്ല ഇത് ആര് അറ്റൻഷൻ കൊടുക്കും? ഞാൻ പറയും അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും സത്യം മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന പോയിന്റ് എവിടെ, വർക്ക് ചെയ്യുന്ന എവിടെയാ? രണ്ട് പോയിന്റിലാണ് എല്ലാം വരുമ്പോ നമ്മൾ അവരുടെ വർക്കിന്റെ മാധ്യമപ്രവർത്തകർ തടഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൽ കണ്ട ഒരു ഭീകരമായ ഒരു സാധനം കൂടെ പറയും. കുട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അർജുന്റെ അവൻ്റെ ഫാമിലി ഇരിക്കുന്ന സമയത്ത് എന്താ ഈ ഭാര്യ കരയാത്തത്, അമ്മ കരയാത്തത്? ട്രോമ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതും ഒരാളുടെ മരിച്ചോ ഇല്ലയോ എന്നറിയില്ല, ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കിട്ടിയെന്നൊരു ആശ്വാസമുണ്ട്. ഇതൊരാൾ എന്തായി എന്നുള്ളതിനെ കുറിച്ച് ഒന്നും അറിയാതെ 7-8 ദിവസം ആ വീട്ടിലെ ആളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ നിൽക്കുമ്പോൾ അവരിങ്ങനെ സിനിമയിൽ കാണുന്ന പോലെ കരഞ്ഞുകൊണ്ടിരിക്കണം എന്നൊന്നുമില്ല. അതിങ്ങനെ ഒരു കട്ടയായിട്ട് മനസ്സിൽ കിടക്കുമായിരിക്കും. ആ അമ്മ അതിന് മുന്നിൽ സംസാരിക്കുന്ന കണ്ടില്ല, അവർ അമ്മ എന്നുള്ള ഫീലിംഗിലാണ്. ഇതൊക്കെ ഒരു പരാജയമാണ്, ഒന്നിനുമില്ല, ഷോ കാണിക്കാനാണെന്നൊക്കെ പറയുന്നത്. അമ്മയുടെ ഫ്രസ്ട്രേഷനാണ് പറയുന്നത്. അതിൻ്റെ താഴെ എന്തൊക്കെ വൃത്തികെട്ട കമന്റുകളാണ്. അവൻ പോയതിൽ ഇവർ സന്തോഷിക്കായിരിക്കും, ഒരു കണ്ണീര് പോലും ഇല്ലല്ലോ, ഇവരുടെ മുഖത്തൊന്നും സങ്കടമില്ലല്ലോ. ഇതേ മലയാളിയാണ് ഞാൻ പറയുന്നത്. ഈ വികാരം കൊണ്ട് അതിനകത്തൊരു മലയാളിയാണ്, അവനെ രക്ഷിക്കണം എന്ന് പറയുന്നത് ഇതേ മലയാളിയാണ്. അവന്റെ വീട്ടിലുള്ളവർക്കിടെ ഒരു ട്രോമ അങ്ങനെ കാര്യം പറഞ്ഞു. കമന്റ് ഇടുന്നത് മോശം, പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, ഈ വീട്ടുകാരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇപ്പൊ ദിവ്യ ഇപ്പൊ ഇവിടെ നിന്ന് എന്ത് പറയും? ഇവിടെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, മീഡിയക്കാരും നോക്കുന്നില്ല, വേറെ ആരും ഇവര് മൈൻഡ് ചെയ്യുന്നില്ല. പോയ ഒരാളും നഷ്ടപ്പെട്ട ഒരാളും നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ട്രോമയെ പറ്റി പറഞ്ഞോണ്ടാ പറഞ്ഞ മീഡിയക്കാർ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, മൈക്ക് കുത്തി കയറ്റുന്ന കാര്യം പറഞ്ഞല്ലോ. ഇത് കുത്തി കയറ്റാതെ മീഡിയക്കാർ ഉൾപ്പെടെ മാറിയുന്നു. ഇത് അതിന് ആരും അറ്റൻഷൻ കൊടുക്കുന്നില്ല. എന്ത് ചെയ്യും? ദിവ്യക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിവ്യനെ പോലെ ചിന്തിക്കുന്ന 10 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതില് മാധ്യമക്കാരുടെ ഇൻവോൾവ്മെന്റ് അല്ല ഞാൻ പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞില്ലേ മലയാളിയാണ് അതിനകത്ത് പറഞ്ഞപ്പോ ആ റീൽസ് കിടന്ന് കത്തിയത്, ആ റീൽസ് കിടന്ന് കത്തിച്ചത് സാധാരണ മലയാളികളാണ്. ഇതേ സാധാരണ മലയാളികളാണ് അവരുടെ വീഡിയോയുടെ താഴെ പോയി. ട്രോമയെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായി. ഞാൻ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അർജുനെ തിരിച്ചു കിട്ടിയില്ല എന്നാൽ അവര് ഏത് ട്രോമയിലെ നിൽക്കണം ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ കിട്ടിയിട്ടില്ല. കാരണം ജീവനോടെ ഉണ്ടോ, ഇനിയിപ്പോ എവിടെയെങ്കിലും ഒഴുക്കിപ്പെട്ട് എവിടെയും നഷ്ടപ്പെട്ടു പോയോ ഒന്നും നമുക്കറിയില്ല. ആക്ച്വലി നമ്മൾ ആ പോയിന്റിൽ അവിടെ ചെന്ന് നമുക്ക് അവിടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തേ പറ്റൂ. മനസ്സിലായി? ഇപ്പൊ മീഡിയക്കാരെ പറ്റി ദിവ്യ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നോർമൽ രീതിയിൽ അങ്ങനെയാണല്ലോ വരുന്നത്. ഒരു അപകടം നടന്നൊരു വീട്ടിൽ നിങ്ങൾ ഇടിച്ചു കയറി ചെന്നു, നിങ്ങൾ പറഞ്ഞു ഈ അഭിപ്രായം പറഞ്ഞവർക്ക് എന്താ പറയാൻ പാടില്ലാത്ത? ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ മറ്റേ അർജുൻ്റെ കാര്യം പറയുമ്പോഴും കറക്റ്റാണ്. ആ ഒരു ടൈപ്പ് പരിപാടികൾ അവിടെ നടത്താൻ പാടില്ലായിരുന്നു. നമ്മൾ കുറച്ച് മനസ്സിലാക്കണം. കാരണം ഇത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല. നമ്മൾ പറയുന്നത് തെറ്റാവാം, ശരിയാവാം, എന്ത് വേണില്ല. കാരണം ഇതുവരെ ചീത്തപ്പേര് കേൾക്കാത്ത ഒരുത്തനാണ് അവനെ, ആ പയ്യനെയാണ് ഇപ്പം എല്ലാവരും കൂടി എടുത്തിരുന്നത് ഉടുത്തിരിക്കുന്നത്. അവൻ്റെ വീട്ടുകാർക്കോ അവൻ്റെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവനോട് കിടന്ന് കഷ്ടപ്പെട്ടെ. പക്ഷേ കഷ്ടപ്പെടുന്നൊക്കെ ഓക്കെ, ഞാൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് മീഡിയയുടെ മുന്നിൽ കാണിക്കുന്ന ആ ഒരു പരിപാടി കുറച്ചാൽ നന്നായിരിക്കും. കാരണം ഇപ്പം പറഞ്ഞ ഈ പയ്യൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അത് എക്സ്ട്രാ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ പോയോർത്താണ് ഇപ്പം ഇഷ്യൂ കിടക്കുന്നത്. ശരിയല്ലേ? അല്ലാതെ അവൻ മാറി നിന്നിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വിമർശനം കിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ കൂടിപ്പോയി ഇനി അവൻ ഒരു പരിപാടിക്കും പോകില്ലായിരിക്കും. പക്ഷേ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഏത് ഡിസാസ്റ്ററിനും അവരാണ് ആദ്യത്തെ നട്ടല്. ബാക്കി എന്തുണ്ടെങ്കിലും രഞ്ജിത്തിനെ പോലെയുള്ള ആൾക്കാർ വരണം എന്നാണ് പറയുന്നത്. പക്ഷെ അവർ കാര്യങ്ങൾ പറയുമ്പോൾ വോളണ്ടിയർഷിപ്പ് ഓക്കെയാണ്, വർക്ക് ഓക്കെയാണ്, പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിലേക്കൊന്നും അവർ കൈകടത്തരുത് എന്നാണ് ഒരു പ്രൊഫഷണലി എന്ന് അങ്ങനെ നമുക്ക് പറയാനുള്ളൂ. ഡിസിഷൻ മേക്കിംഗ് പറ്റില്ല.